ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ സിറ്റി ഓഫ് ഫിനിക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ടു ചേഞ്ച് ഓർ അഡാപ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ. അതായത് നമ്മുടെ തലച്ചോറിന് സിറ്റുവേഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാനും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവിനെ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയാണ് പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് കോയിൻ ചെയ്യുന്നത് ന്യൂറോ സയൻസിൻ്റെ പിതാവായ റാമോണാണ്. അതിനും ഒരു 100 വർഷം മുമ്പ് തന്നെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പരീക്ഷണങ്ങൾ ഇറ്റലിയിൽ നടന്നിട്ടുണ്ട്. 2 ഗ്രൂപ്പ് ആയിട്ട് ആനിമൽസിനെ തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുക്കുകയും മറ്റേതിനെ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നോർമലി തന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് നാളിന് ശേഷം ഇവർ 2 കൂട്ടരുടെയും തലച്ചോറ് പരിശോധിച്ചപ്പോൾ അതിലുണ്ടായ ചേഞ്ചസ്, സ്ട്രക്ചറിലുണ്ടായ ചേഞ്ചസ് ഒക്കെയാണ് ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ 2 രീതിയിലാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി നടക്കുന്നത്. ഒന്ന് സ്ട്രക്ചർ, രണ്ടാമത്തേത് ഫങ്ഷണൽ. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി വരുന്ന സമയത്ത്, ഈ ചേഞ്ച് വരുന്ന സമയത്ത് ബ്രെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്, സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അതിൻ്റെ ന്യൂറോൺസിനും ആ ന്യൂറോൺസിൻ്റെ ഓരോ പാർട്ടിലും കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുമ്പോഴുണ്ടാകുന്നതിലും ഒക്കെ ഒരു ചേഞ്ച് വരുന്നതാണ് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതമോ ഡാമേജോ ഒക്കെ പറ്റുന്ന സമയത്ത് ആ സ്ഥലം ലെഫ്റ്റ് അങ്ങനെ തന്നെ കിടന്നിട്ട് അടുത്തൊരു സ്ഥലം അതിൻ്റെ ഫങ്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി. അതായത് ഫങ്ഷൻ ആ സ്ഥലത്തുനിന്ന് വേറെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതായത് നമ്മുടെ കൂട്ടത്തിലിപ്പം എന്തെങ്കിലും എത്രയോ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഒരു ചെയ്ത കാര്യങ്ങൾ വേറെ റോള് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ പിന്നെ സമൂഹം അറിയുന്നില്ല, അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നേ സമൂഹം അറിയുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും ക്ഷതം പറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാമേജ് വരുന്ന സമയത്ത് അടുത്തൊരു സ്ഥലം ആ ഒരു ഫങ്ഷൻ ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുക്കുന്നതിന് കുറച്ച് എക്സസൈസ്, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കുറച്ച് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്താലേ എത്രയും ഫാസ്റ്റായിട്ട് അത് ഏറ്റെടുക്കത്തുള്ളൂ. സോ ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂട്ടാവുന്നത്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിലെ, അതായത് കൊച്ചു കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുന്നതേ ഉള്ളൂ. ആ ഡെവലപ്മെൻറ്റ് ഒരു മെച്യൂർ ആകുമ്പോൾ നിൽക്കുകയും പിന്നെ എന്താണോ നമ്മുടെ തലച്ചോറ് പഠിച്ചു വെച്ചേക്കുന്നത് അത് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് കൂടുതൽ ഫാസ്റ്റായിട്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ മരിക്കുന്നിടം വരെയും ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി, പുതിയൊരു സംഭവങ്ങൾ കേൾക്കുമ്പോൾ, പുതിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് അത് പഠിക്കുന്നതനുസരിച്ച് ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി സംഭവിക്കും. സ്ട്രക്ചറിനും ഫങ്ഷനും കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇനി നമുക്ക് എങ്ങനെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂട്ടാം എന്നുള്ളത് നോക്കാം. അതായത് ഒന്ന്, എക്സസൈസ്. നമ്മൾ എക്സസൈസ് റെഗുലർലി എക്സസൈസ് ചെയ്യുക, ലൈഫ് ചിട്ടയാക്കുക എന്നുള്ളതാണ് ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഒന്ന്, എക്സസൈസ് ചെയ്യുക. 2, കൃത്യസമയത്ത് ഉറങ്ങുക. അത് എത്ര സമയമാണെങ്കിലും അത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര സമയം അല്ലെങ്കിൽ ഇന്ന ടൈമിന് ഉറങ്ങുക എന്നുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ ബി മൈൻഡ്ഫുൾ എന്ന് പറയും. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ സ്ട്രെസ് ലെസ് ആയിരിക്കണം. സ്ട്രെസ്സ് കൂടുമ്പോൾ ഫ്രീ റാഡിക്കൽസ് എല്ലാം കൂടും, ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യും, കെമിക്കൽസിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ വല്ലാതെ ബാധിക്കും. അപ്പോൾ ഈ എന്താ പറയുന്ന മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ സ്ട്രക്ചറലായിട്ട് ചേഞ്ചസ് വരുമ്പം മെമ്മറീസ്, എക്സ്പീരിയൻസ് ഒക്കെ കുറയും. അപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കണം. പിന്നെ ഈറ്റ് വെൽ എന്ന് പറയുമ്പം എന്തെങ്കിലും മാറി കഴിക്കുന്നതിലല്ല, വൈറ്റമിൻ ബി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കുറച്ചും കൂടെ മെച്ചപ്പെടും. പിന്നെ പറയുന്നത് വെച്ചാൽ ലാംഗ്വേജ്, പുതിയ ലാംഗ്വേജസ് നമ്മൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നോൺ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുക, വൊക്കാബുലറീസ് നല്ലതാക്കുക. പിന്നെ പുതിയതായിട്ടുള്ള ക്രിയേറ്റ് ആർട്ട് വർക്ക്സ്, പിന്നെ ഡാൻസ് ഇപ്പോൾ അറിയാത്തവർ ഡാൻസ് ചെയ്തു നോക്കുക.
പിന്നെ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന കാര്യം കുറേശ്ശെ ചെയ്ത് നോക്കുക, കുറേ വായിക്കുക, പസിൽസ് ചെയ്യുക, സുഡോക്കോ പോലുള്ള ഗെയിംസൊക്കെ കളിക്കുക. ഈ അബാക്കസ് പോലുള്ളത് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ചേഞ്ച് വഴിയാണ് അത് പെട്ടെന്ന് ആ മാത്സ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ മാത്രമേ, ഇപ്പം നമ്മളാണെങ്കിലും ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുകയാണെങ്കിൽ ടാങ്കിൾസ് ഫോം ചെയ്യുകയും ബ്രെയിനിനെ അത് ബാധിക്കുകയും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ മെമ്മറീസും എല്ലാം നമുക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ അത് ബാധിച്ചിട്ടാണ് കുറയുന്നത്. സോ സ്ട്രോക്ക് പേഷ്യൻസിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി, എക്സസൈസ്, സ്ലീപ്പ്, ഫുഡ്, ഈ വക കാര്യങ്ങൾ എല്ലാം തന്നെ അവരെ ആക്റ്റീവാക്കി വെക്കുമ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ വേറെ സ്ഥലം ഏറ്റെടുക്കുകയും അവർ നോർമൽ സ്ഥിതിയിലേക്ക് മാക്സിമം എത്തുകയും ചെയ്യും. സോ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റി ടു ചേഞ്ച് ഓർ അഡാപ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ, ആരുടെയാണ് ബ്രെയിൻ്റെത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.